അതെല്ലാം വാങ്ങിയുണ്ട് കേട്ടോ. ഹായ്, മാളു ഇങ്ങോട്ട് പോയതാണ് കേട്ടോ. നാളെ കുട്ടുവിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ബർത്ത്ഡേ പ്രമാണിച്ച് നമുക്ക് വീട്ടില് കുറച്ച് സാധനങ്ങളൊക്കെ സ്പെഷ്യൽ ഡിഷൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. അല്ലേ മാളു? കുഞ്ഞാവയുടെ ക്രിസ്മസ് ഡ്രസ് അല്ലേ? പിന്നെ കുഞ്ഞായ്ക്ക് മാളുവിന് ഇന്ന് നമ്മളൊരു ക്രിസ്മസ് സാന്റാക്ലോസിന്റെ 2 ഡ്രസ്സ് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. പിന്നെ നാളത്തെ ബർത്ത്ഡേയുടെ പ്രമാണിച്ച് നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങളും അതിന് വേണ്ട സാധനങ്ങളും, മുത്തശ്ശിക്ക് പായസം മുത്തശ്ശീനെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് കുട്ടു, അതിനുള്ള സാധനങ്ങളും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഉച്ച സമയമായി, നമ്മൾ ചോറുണ്ടിട്ടില്ല, വന്നിട്ട് വേണം ഊണ് കഴിക്കാൻ. അതെ. അപ്പൊ എന്നാ നമുക്ക് പോയിട്ട് വരാം. പോണ വഴിക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാം. അതെ. കുഞ്ഞാവേ ടാറ്റ കൊടുക്കല്ലോ ലോറി. അപ്പൂപ്പനതാ രാത്രി ആകുമ്പോ നല്ല രസം. അതെല്ലാം വരണം. അങ്ങനെ നമ്മൾ സ്റ്റുഡിയോന്റെ മുന്നിലെത്തി. ഇവിടെ കുറെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ നോർമലി മാളിലൊക്കെ പോകുമ്പോൾ കാണാറില്ലേ, അതേപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ വെച്ചത്. ഷോക്ക് അടിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. ഇനി നമുക്ക് ഷർട്ട് എടുക്കാൻ പോവാ. ഷർട്ടാണോ ടീഷർട്ടാണോ? ഷർട്ട് മതിയാമോ? ഷർട്ട് പോവാ. സാൻഡ് ഉണ്ട്. ഈ സാൻഡിനെ ഒന്ന് നമുക്കിട്ട് എടുത്താലോ? വീട്ടിലേക്ക് പോരുണ്ടോ ചോദിച്ചോക്കാം. അങ്ങനെ കുട്ടൂന് അമ്മയുടെ വക പിറന്നാളിന് ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റുഡിയോയിൽ കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്റ്റുഡിയോയിൽ നിന്നാണ് നമ്മൾ എപ്പോഴും കാജൽ ഇപ്പോൾ വാങ്ങിക്കാറുള്ളത് കേട്ടോ. അതാകുമ്പോൾ ഭയങ്കര അഫോർഡബിൾ പ്രൈസാണ്. 79 രൂപയുള്ളൂ. ആദ്യം ഇങ്ങാണ്ട് 70 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നുണ്ട് കേട്ടോ. കൺമഷിക്ക് നല്ല കൺമഷിയാണ്, നല്ല ജെറ്റ് ബ്ലാക്ക് ആയിട്ട് കണ്ണിലിങ്ങനെ നിൽക്കും. അപ്പോൾ എനിക്ക് ഈ ഷർട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. 700 രൂപ കേട്ടോ. ഇത് നമുക്ക് വിൻ്റർ സീസണിലും സമ്മർ സീസണിലും ഒരേപോലെ വിയർ ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്നിട്ട് പക്ഷേ പിന്നെ നോക്കാം എന്നാലെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം ഇത്തവണ അധികം കളക്ഷൻസ് എന്നുള്ള രീതിയിലല്ല, പക്ഷെ എന്നാലും ഉള്ളത് നല്ല കളക്ഷൻസ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. സാധാരണ നമ്മുടെ ഐലൈനർ, അതുപോലെ മസ്കാര, പിന്നെ ഐ ഷാഡോ ഒക്കെ ഇല്ലേ, അത് ക്രയോൺ ടൈപ്പിലൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ 140 രൂപ. അതൊന്നും നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. നമ്മൾ കാജൽ മാത്രം അവിടുന്ന് വാങ്ങിക്കാറുള്ളൂ കേട്ടോ. പിന്നെ നെയിൽ പോളിഷ് എനിക്ക് ഇത്തവണ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ളൊരു നെയിൽ പോളിഷ് ഉണ്ട് കേട്ടോ. അത് ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞ് വന്നിട്ട് വാങ്ങിക്കാം. ട്രയൽ ചെയ്ത് നോക്കില്ലേ, നമ്മൾ കയ്യിൽ ഇങ്ങനെ ഇട്ടിട്ട് അതേപോലെ ട്രയൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഒരു ഗ്ലിറ്ററി ടൈപ്പ് ആയിട്ടുള്ളതായിരുന്നു. ക്രിസ്മസ് സീസണൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കേക്ക് ഫെസ്റ്റ് തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ നോർമൽ പ്ലം കേക്ക്, അങ്ങനത്തെ ഒക്കെ കേക്കുകളും കാര്യങ്ങളും. അപ്പോൾ നമ്മൾ കുറച്ചധികം സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിലെത്തി. പിന്നെ ഇവരുന്നവർക്ക് ജ്യൂസ് ഉണ്ടോ? അല്ല, ഞാൻ പാട്ടില്ലല്ലോ.
ശനി ഞായറും ദിവസമാണ് ഇവിടെ നോർമലി നല്ല ഓഫറും കാര്യങ്ങളും ഉണ്ടാവുന്ന ദിവസം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അധികം ഒരു ആഴ്ചയിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിലേക്ക് വാങ്ങിക്കുമ്പോൾ അന്നത്തെ ദിവസം നോക്കിയിട്ട് വാങ്ങിക്കും. പൈനാപ്പിളൊക്കെ 40 രൂപ, പിന്നെ സ്ട്രോബെറിയൊക്കെ 100 സംതിങ് വരാറുണ്ട്. പക്ഷേ ഇന്ന് 79 രൂപയാണ് കേട്ടോ. നമ്മൾ സ്ട്രോബെറി വാങ്ങൽ നിർത്തിയത് എപ്പോഴാണ് അറിയോ? 59 രൂപയിൽ ഉണ്ടായിരുന്ന സമയത്ത് നിർത്തിയതായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് റൈസ് വാങ്ങിക്കാണ്ടായിരുന്നു, ബസുമതി റൈസ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ റൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ ഇവിടെ പാട്ട് വെച്ചതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഡബ് ചെയ്യേണ്ടി വന്നത്. അല്ലെങ്കിൽ ഞാൻ ഇതിൽ കുറച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ലല്ലോ. ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ചില്ലി ഗോബി ഒരു ഡ്രൈ ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഗ്രേവി ടൈപ്പായാൽ അങ്ങനെ തന്നെ കഴിക്കും. പിന്നെ അതുപോലെ അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് കറിക്ക് വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിൽ ഇടാൻ വേണ്ടിയിട്ടും ക്യാപ്സിക്കം വാങ്ങിക്കണമായിരുന്നു. ഒരു 5-6 ക്യാപ്സിക്കം വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുന്തിരിയൊക്കെ ഇല്ലേ, എന്നായിപ്പോയി. മുന്തിരിയൊക്കെ നല്ല ഓഫറിലുണ്ടായിരുന്നു. 54 രൂപയാണ് നമ്മുടെ ജ്യൂസ് മുന്തിരി കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഡബ് ചെയ്യുമ്പോഴാണ് കണ്ടത് ഇതിന് ഇത്ര വിലക്കുറവ് ഉണ്ടായിരുന്നു എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ ഈ ഒരു വിലയ്ക്ക് ഇത് വിലക്കുറവാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ കിവി അതൊക്കെ 79 രൂപ ഒരു ബോക്സിൽ 4 എണ്ണത്തിന് 79 രൂപ അങ്ങനെയൊക്കെ അത്രയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മളിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ലിസ്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫോണ് കുട്ടൂൻ്റെ അടുത്ത് കൊടുത്തപ്പോൾ പാവം ആള് കുഞ്ഞാവേനെ ഏറ്റി നടക്കുകയാണ്. ഇത്രയും നേരം അമ്മ കേട്ടോ പിടിച്ചുകൊണ്ടിരുന്നത്. കുഞ്ഞാവയ്ക്കൊരു സ്വഭാവമുണ്ട്, സൂപ്പർ മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിലത്ത് കൂടെ നടക്കണം. പിന്നെ എന്തിനും വേണ്ടിയിട്ട് വാശി പിടിക്കണ പോലെ ആയിരിക്കും കേട്ടോ. പക്ഷേ നമ്മളെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എടുക്കണം എന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇത് വേണം അത് വേണം അങ്ങനെ വാശി പിടിക്കൊന്നുമില്ല. ഒരു മിഠായി പോണ സമയത്ത് നമ്മൾ ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കുട്ടി പറയണ കളർഫുൾ ആയിക്കോട്ടെ അമ്മ, ഒന്നും നോക്കണ്ട, കളർഫുൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മറ്റേ വയലറ്റ് ക്യാബേജ് എനിക്ക് എടുത്ത് തന്നു കേട്ടോ. ഇത് ഞാൻ എന്നോ നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിച്ചതിൻ്റെ ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ. ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ലേ തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊന്നും ഓർമ്മ കിട്ടില്ലേ. പക്ഷേ ഇതിലൊരു കളർഫുൾ ആയിക്കോട്ടെ കുട്ടി പറഞ്ഞ പോലെ എന്നുള്ള രീതിയിലായതുകൊണ്ട് ആ ഒരു വയലറ്റ് ക്യാബേജും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വെളുത്തുള്ളി സാധാരണ ചെറിയ ചെറിയ അല്ലികളായിട്ടുള്ളതാവും സാധാരണ നമുക്ക് കിട്ടാറുള്ളത്. പക്ഷേ ഇത്തവണ ഭയങ്കര സന്തോഷമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണി കുറയുമല്ലോ എന്ന് ഓർത്തിട്ടുള്ള സന്തോഷമാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വലിയ അല്ലികളായിട്ടുള്ള വെളുത്തുള്ളി ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ക്യാബേജ്, നോർമൽ ക്യാബേജ് ഉണ്ടായിരുന്നു. സാധാരണ നിങ്ങൾ ഫ്രൈഡ് റൈസിൽ ക്യാബേജ് ഇടാറുണ്ടോ, അതോ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഏത് രീതിയിലാണ് ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒരു ഷോർട്ടായിട്ടൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിലും വ്യത്യസ്തമായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് ട്രൈ ചെയ്യാമല്ലോ. അതിന് ശേഷം എന്തോ ഞാൻ പറയുന്നുണ്ട്, പച്ചമുളകോ അങ്ങനെ എന്തോ സാധനം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ട്രൈ ചെയ്യണത് കേട്ടോ. അപ്പോഴത്തേക്കും ഇവിടെ കുഞ്ഞാവ അപ്പുറത്ത് നിന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ഗോഷ്ടി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മാളൂനെയും കുഞ്ഞാവേനെയും ഇങ്ങനെ നോക്കിക്കൊണ്ട് ഓരോന്നിങ്ങനെ പറയുമായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ ഊട്ടി ബീൻസ് വേണമായിരുന്നു. പിന്നെ അതിനുശേഷം അമ്മ എത്രയോ കാലം മുന്നേ ടേസ്റ്റ് ചെയ്ത് അനുഭവിച്ച ആ ഒരു രുചി ഇനിയും വേണമെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലായതുകൊണ്ട് ഒരു പീച്ചിങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊക്കെ അത് കഴിച്ച് എനിക്ക് തോന്നുന്നു ഓർമ്മയിൽ കിട്ടണില്ല. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു തമിഴ്നാടൊക്കെ പോയ സമയത്തേറ്റ് അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലുള്ളൊരു ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ കേട്ടോ. പിന്നെ കോളിഫ്ലവർ ആണെങ്കിലും ഇന്ന് 40 രൂപയൊക്കെ ഉള്ളൂ ഇന്ന്. അതുപോലെ വഴുതനങ്ങ നമുക്ക് 1 കിലോന് 12 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ശനി ഞായറും ദിവസം നിങ്ങൾ ഈ ഒരു ജാംജൂം ഇപ്പോൾ പെരിന്തൽമണ്ണ അങ്ങനത്തെ ഒക്കെ ഏരിയയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശനി ഞായറും ദിവസം പോയി കഴിഞ്ഞാൽ നല്ല വിലക്കുറവാണ് കേട്ടോ. 12 രൂപയ്ക്ക് വഴുതനങ്ങ, 20 രൂപയ്ക്ക് തക്കാളി, വലിയുള്ളി 55 അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാരണം 55 എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ പൈസയാണ്. പക്ഷെ എന്നാലും 80, 60, 70 ഒക്കെ വരാറുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. കണ്ടോ 16 രൂപയുള്ളൂ നല്ല പച്ച നാടൻ വഴുതനങ്ങയ്ക്ക് കേട്ടോ, 1 കിലോ വഴുതനങ്ങയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1 കിലോ വഴുതനങ്ങ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്രൂട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എടുത്ത് തോന്നുന്നുണ്ട് കേട്ടോ. അതൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് സവോള എടുക്കാനുണ്ടായിരുന്നു, നമ്മുടെ വലിയ ഉള്ളി ഇല്ലേ, ഉള്ളി എടുക്കാനുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഉള്ളി അങ്ങനത്തെ ഒക്കെ സാധനം. ഇളവൻ ഇവിടെ അല്ലേ നമ്മുടെ കുമ്പളങ്ങ 10 രൂപയുള്ളൂ കേട്ടോ കിലോന്. പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ക്യാരറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചു. ഇതൊക്കെ കുഞ്ഞാവ കിടന്ന് കളിക്കുകയാണ്. കുഞ്ഞാവ ഫ്രൂട്ടി കുടിച്ചിട്ട് കളിക്കുകയാണ്. അതുപോലെ ഇവർ കൊണ്ടുപോയാൽ നല്ല രസമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയി. പിന്നെ നോക്കണം എന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അതിനുശേഷം കുട്ടീനോട് ഞാൻ പറയായിരുന്നു, കുട്ടി തക്കാളി എടുക്കണം, തക്കാളി. അപ്പോൾ തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തക്കാളിയൊക്കെ ഇന്നത്തെ ദിവസം ആയതുകൊണ്ട് 20 രൂപയോ അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയും കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഫ്രഷ് ആയിട്ടുള്ള പുതിനയില കിട്ടിയിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ പുതിനയില വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് വാങ്ങിക്കാമെന്ന് ഓർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ഇവിടെ എത്താൻ ഇവിടുത്തെ ഒരു സ്മെല്ലുണ്ട്, നമ്മളൊരു ബേക്ക് ചെയ്തൊരു സ്മെല്ലില്ലേ, നമ്മൾ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ലെങ്കിലും ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഇവിടെ കയറും കേട്ടോ. ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അമ്മ പറയും അല്ലെങ്കിലേ ഇനി തടി കൂടും ഇനി ഇതൊക്കെ കഴിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് നിരുത്സാഹപ്പെടുത്തിയിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വരും കേട്ടോ. പക്ഷേ ഇത്തവണ എനിക്ക് കയറി കഴിഞ്ഞപ്പോൾ അയ്യോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു, പക്ഷേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ക്രീം ബണ്ണ് തപ്പി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഡോണറ്റൊക്കെ 40 രൂപ 30 രൂപ അങ്ങനെ ഫ്ലേവേർഡ് ആയിട്ടുള്ളതും ചോക്കോ ഡോണറ്റും ഒക്കെ ഉണ്ടായിരുന്നു. മാളു എൻ്റെ അടുത്ത് പറയരുത് അമ്മച്ചിട്ട് അത് വാങ്ങിക്കുക എന്നൊക്കെ. അപ്പോൾ നമ്മൾ വാങ്ങിച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കഴിക്കും, അപ്പോൾ അതുകൊണ്ടാണ് വാങ്ങിക്കാതിരുന്നത് കേട്ടോ. ചുന്തിരിപ്പാറ് അമ്മേൻ്റെ ഒക്കത്തിരിക്കുകയാണ് അവിടെ കേട്ടോ. അപ്പോൾ കുഞ്ഞാവ് അത് അമ്മയുടെ അടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്താ ഡീല് പറഞ്ഞ് നടക്കണമെന്ന് എനിക്കറിയില്ല. ക്രീം ബണ്ണ് കിട്ടിയതിൻ്റെ സന്തോഷമാണ് കേട്ടോ. ഇവിടുത്തെ ക്രീം ബണ്ണ് ഒരു പ്രത്യേകത ഉണ്ട്, ഇത്തിരി ക്രീമേ ഉണ്ടാവുള്ളൂ. 10 രൂപയുള്ളൂ കേട്ടോ ഒരെണ്ണത്തിന്, ഇത്തിരി ക്രീമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ചെറിയൊരു അളവിലൊരു ക്രീമല്ലേ, നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ കഴിക്കുന്നുണ്ട്, അപ്പോൾ ഡെയിലി കഴിക്കുന്ന സാധനമൊന്നും അല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നോക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ക്രീം ബണ്ണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അങ്ങാടിപ്പുറം ഒരു തളിയമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് റോയൽ ബേക്കറി ഉണ്ട് കേട്ടോ. അവിടുത്തെ ക്രീം ബണ്ണ് എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ക്രീം അതിലുണ്ട് കേട്ടോ. നല്ലൊരു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, നല്ലൊരു ബേക്കറി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ സേമിയ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സേമിയ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ ഏതൊരു കമ്പനി പറഞ്ഞു, പക്ഷേ അച്ഛൻ പറഞ്ഞ കമ്പനി വേറെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേർക്കും കൂടെ കൺഫ്യൂഷനായിട്ട് പിന്നെ 1 കിലോ വാങ്ങിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് കറക്റ്റ് അളവ് കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് 300 ഗ്രാമിൻ്റെ 2 എണ്ണം വീതമാണ് കേട്ടോ നമ്മൾ സേമിയ എടുക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ 2 പാക്കറ്റ് സേമിയ എടുക്കാറുണ്ട്. പിന്നെ സേമിയക്ക് ഭയങ്കര ഓഫറിൽ ഉണ്ടാവാറുണ്ട് ഇവിടെ. ഞാൻ ഭയങ്കര എന്ന് പറയുമ്പോൾ ഒരു ചേച്ചി എപ്പോഴും കമൻറ്റ് ഇടാറുണ്ട്, മോളെ അങ്ങനെ ഭയങ്കര എന്ന് പറയരുത്, അതൊരു പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണെന്നുള്ള രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, സേമിയ 2 പാക്കറ്റിനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഗോതമ്പിൻ്റെ അവലൊക്കെ കിട്ടും കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അത് അടുത്ത പ്രാവശ്യം പോയിട്ട് വാങ്ങിക്കുമ്പോൾ വേണം അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഗോതമ്പ് അവലുകൊണ്ട് നമ്മൾ സാധാരണ അവൽ നനച്ചത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് ടേസ്റ്റ് നമുക്ക് നോക്കാമല്ലോ. നല്ല ഹെൽത്തി ആയിരിക്കുമല്ലോ ഗോതമ്പ് എന്ന് പറയുമ്പോൾ. നമ്മൾ നോർമലി ഇപ്പോൾ സാധാവിലിനേക്കാട്ടിലും നല്ലതായിരിക്കുമല്ലോ. പക്ഷെ അറിയില്ല കേട്ടോ എനിക്ക് പേഴ്സണലി. ഇനിയിപ്പോൾ നമ്മളെ മട്ട അവലില്ലേ, അതാണോ ഹെൽത്തി അതാണോ ഗോതമ്പാണോ ഹെൽത്തി എന്നുള്ളത് അറിയില്ല. ഞാൻ അത് കണ്ടപ്പോൾ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മളുടെ കോക്കനട്ട് മിൽക്ക് ഇങ്ങനെ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കാനുള്ളതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമുക്ക് കോൺഫ്ലോർ വാങ്ങിക്കാൻ നമ്മൾ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കോൺഫ്ലോർ വാങ്ങിക്കാനെന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു, പക്ഷെ അത് മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വാങ്ങിക്കാൻ വേണ്ടി ആദ്യമേ പോയി. പിന്നെ അതിനുശേഷം നമ്മളുടെ ഇവിടെയാണ് ക്രിസ്മസ് ഡെക്കറേഷൻ്റെ ഫെസ്റ്റ് നടക്കുന്നത് കേട്ടോ. ഫെസ്റ്റ് എന്നൊന്നുമില്ല, നമുക്ക് നോർമലി സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവർ ഇതൊരു ഫെസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു ആർച്ച് രൂപത്തിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് മെറി ക്രിസ്മസ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട്. ക്രിസ്മസ് ട്രീ ആണെന്നുണ്ടെങ്കിലും പല റേറ്റിനും നമ്മൾ ഈ ഒരു 5 ഫീറ്റ് 4 ഫീറ്റ് 6 ഫീറ്റ് ഒക്കെ ഇല്ലേ, അങ്ങനെ അടിക്കണക്കിന് നമ്മൾ നോർമലി എല്ലാവർക്കും അറിയില്ലേ, അങ്ങനത്തെ രീതിയിലാണ് വില കുറച്ചിട്ട് ആ ഒരു ഓഫർ പ്രൈസൊക്കെ ഇട്ടിട്ടൊക്കെയാണ് കൊടുക്കുന്നത് തന്നെ. എടുക്കുന്ന സമയത്ത് ഇതാ ഇങ്ങനെ ഉണ്ടാവും, നല്ല ഭംഗിയുണ്ട് കേട്ടോ. മെറ്റൽ ടൈപ്പ് ഇതാ വടി ഇതെന്താ വില, എന്താ വില വെച്ചു ജിംഗിൾ ബാൽ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുട്ടി പറഞ്ഞു എൻ്റെ അടുത്ത്, അമ്മു ഇത്തവണ ക്രിസ്മസ് ട്രീ അല്ല ക്രിസ്മസ് സ്റ്റാർ എൻ്റെ വകയാണ്, അതുകൊണ്ട് ഏതാന്ന് വെച്ചാൽ നോക്കി എടുക്കായിരുന്നു എന്ന് പറയായിരുന്നു കേട്ടോ. LED സ്റ്റാറുകൾ നല്ല ഭംഗിയായിട്ട് നല്ല പ്രിൻറ്റ്, നമ്മളുടെ ഈ ഒരു ഡീറിൻ്റെ പ്രിൻറ്റും അതുപോലെ സാൻഡയുടെ പ്രിൻറ്റും ഒക്കെയുള്ള LED സ്റ്റാറുകളും ഉണ്ടായിരുന്നു. മൾട്ടി കളറായിട്ടുള്ളതും ഉണ്ടായിരുന്നു. പിന്നെ സാധാരണ ക്രിസ്മസിൻ്റെ സമയത്ത് നമുക്ക് കുറേ ഡെക്കറേഷൻ ഐറ്റംസ് ഉണ്ടാവില്ലേ, അതിൽ പെട്ടതാണ് ഈ ഒരു കണ്ണട വലിയ കുട്ടികൾക്കും അല്ലെങ്കിൽ വലിയ ആൾക്കാർക്കും ചെറിയ കുട്ടികൾക്കും ഒക്കെ വെക്കാൻ പാകത്തിനുള്ള നല്ല ഭംഗിയുള്ള കണ്ണടകൾ ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞാവ് ഇങ്ങനെ കളിച്ച് നടക്കായിരുന്നു, അപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. തിരിഞ്ഞ മാച്ചും കൊടുപ്പും കുഞ്ഞാക്ക് അങ്ങനെ പേടിയൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു മുഖംമൂടി ഇട്ട സമയത്ത്. കാരണം ഇതിൻ്റെ ഒരു കോപ്പി ഇവിടെ ഇരിക്കുന്നുണ്ട് മുഖംമൂടി. അതുകൊണ്ട് കുഞ്ഞാവ ഇന്നലെ അമ്മായി അത് ഇടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ അതിനുശേഷം നമ്മൾ സ്റ്റാറുകളിൽ തന്നെ പല തരത്തിലുള്ള സ്റ്റാറുകൾ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു അയ്യോ ഇങ്ങനെയൊക്കെ സ്റ്റാറുകൾ ഉണ്ടല്ലേ. നമ്മൾ സാധാരണ എന്താ പേപ്പർ സ്റ്റാറുകളല്ലേ അധികം കാണാറുള്ളത്. പിന്നെ അതിനുശേഷം പിന്നെ എന്താ നമ്മൾ കണ്ടത്, മാളുവിന് ഒരു സാൻഡയുടെ ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുഞ്ഞാവയ്ക്കാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം അതിൻ്റെ ലെങ്ത്തും അത് ഇട്ട് കഴിഞ്ഞുള്ള സൈസും നോക്കുമ്പോൾ മാളുവിനാണ് അത് കറക്റ്റ്. അപ്പോൾ അതുകൊണ്ട് മാളുവിനാണ് സാൻഡയുടെ ഡ്രസ്സ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. കുഞ്ഞാവയ്ക്ക് നമ്മൾ എടുത്തിട്ടില്ല, എടുക്കാൻ മറന്നതല്ല കേട്ടോ, കാരണം സൈസ് അവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം ഇനി അത് വേറെ എവിടെയെങ്കിലും നോക്കണം. പിന്നെ അതുപോലെ ഈ ഒരു അപ്പൂപ്പൻ ഇങ്ങനെ പിടിച്ച് ഡാൻസ് തുള്ളി വരുന്ന ഈ ഒരു വടിയില്ലേ, നമ്മൾ നോർമൽ ഈ ഒരു സ്റ്റിക്ക്, ഈ സ്റ്റിക്കിന് വെറും 99 രൂപയുള്ളൂ കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്, വെൽവെറ്റ് മെറ്റീരിയൽ വെച്ചിട്ടാണ് അതിങ്ങനെ റാപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനൊക്കെ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ കുട്ടികളൊക്കെ എന്തെങ്കിലും സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെയൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗിയായിട്ട് കുട്ടികളൊക്കെ ഒരുക്കി നടത്താമല്ലോ. പിന്നെ അതിനുശേഷം കുറേ LED ബൾബുകളും അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും, കുഞ്ഞു കുഞ്ഞു ബോള്, ഗിഫ്റ്റ് ബോളുകൾ, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ട്രീസ്, അങ്ങനത്തെ എല്ലാം ഉണ്ടായിരുന്നു. കുട്ടികൾ തൊപ്പി വേണ്ടേ? ഇതാണോ സുഖം? ഇതാണ് കേട്ടോ നല്ലത്, അമ്മ വെച്ചതാ നല്ലത്. അതെ അതെ. ആ കുട്ടു ഇതാ എടുക്കണേ, കുട്ടു ഇതാ എടുക്കണേ. ഇത് അച്ഛനെടുക്കാം. ഇത് കുട്ടിന് പാകാണോ നോക്കൂ. ഇതുണ്ട് വേറെ ഒന്ന്, ഇത് മുത്തശ്ശിക്ക് എടുക്കാം. അതെല്ലാം ഭംഗിയുണ്ട് കേട്ടോ. ഇല്ല ഇല്ല, അല്ല ഗോൾഡൻ വർക്ക് മാനിന്റെ ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ നമ്മളെല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് ബില്ലാക്കുന്ന ബിൽ കൗണ്ടർ വരെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഈ ഒരു ഐറ്റത്തിനെ കണ്ടത്, പാനിപൂരി. റെഡിമെയ്ഡായിട്ട് നമുക്ക് പാനിപൂരി വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽ തന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പാക്കറ്റ്സും ഉണ്ട്. പിന്നെ ഇതേപോലെ നമ്മളുടെ പൂരിയുടെ ഓരോ ബോൾസും ഒക്കെ ഉണ്ടാവും, നമ്മൾ ജസ്റ്റ് വറുത്തെടുത്താൽ മതിയായിരിക്കും. അപ്പോൾ ഇതിന് 170 രൂപ എങ്ങാണ്ടാണ് കേട്ടോ, 30 ബോൾസോ എങ്ങാണ്ടുണ്ട്. അതിനുശേഷം അതൊക്കെ കഴിഞ്ഞ് അതൊന്നും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അവിടെ അതിൻ്റെയൊക്കെ ഐറ്റംസ് ഒക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ കാണിച്ചു എന്നേ ഉള്ളൂ. കുഞ്ഞാവേണിച്ചെങ്കിൽ എല്ലാവരോടും ഭയങ്കര കമ്പനിയാണ്. അവിടെ വന്നിരിക്കുന്ന ചേച്ചിമാരോട് മിഠായി വേണോ അതാ ടാറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് കളിച്ചും കൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ കുഞ്ഞാവ. അതിനുശേഷം നമുക്ക് സ്റ്റുഡിയോന്ന് കുട്ടൂന് പറ്റിയ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുകൊണ്ട് നമ്മളുടെ ഒരു എന്തോ ഒരു ഫാക്ടറിയാണ്, ഈ ഒരു പെരിന്തൽമണ്ണ സൈഡ് തന്നെയാണ് കേട്ടോ, നമ്മൾ പോണ വഴി തന്നെയാണ്. എന്തോ എനിക്ക് കറക്റ്റ് എനിക്ക് കിട്ടണില്ല, എന്തോ ഒരു ക്ലോത്തിൻ്റെ രീതിയിൽ തന്നെയുള്ളൊരു ഫാക്ടറി എന്നുള്ളൊരു പേരിലുള്ള പുതിയൊരു ഷോപ്പാണ്. അതിനുശേഷം കുട്ടൂന് ഞാനാണ് ഇത്തവണ ഷർട്ട് സെലക്ട് ചെയ്ത് കൊടുത്തത്, ഹാഫ് കൈ ഷർട്ട്. അമ്മയുടെ വകയുള്ള ഷർട്ട് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ വൈറ്റാണ് കുട്ടു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് നമ്മൾ വൈറ്റിൽ തന്നെ നോക്കുമായിരുന്നു. ഈ ഒരു പോപ്കോൺ മെറ്റീരിയൽ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും അത്ര വലിയ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനെ ഒരു ഡ്രസ്സ് ട്രയൽ ചെയ്യാൻ പോണ സമയത്താണ് ഞാൻ ഈ വൈറ്റ് ഷർട്ട് കാണിച്ചു കൊടുത്തത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് കുട്ടൂർ നല്ല രീതിയിൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ കുഞ്ഞാവയുടെ കളികളായിരുന്നു കേട്ടോ അവിടെ, ഗംഭീര വർത്താനവും ചിരിയും കളിയും അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ആ ഒരു ഷർട്ട് വാങ്ങിയിട്ട് തിരിച്ചു പോകുന്നു. നമുക്ക് കുറച്ച് ഫ്രഷ് പുതിനയില നമ്മൾ റസാക്കാക്കുവിൻ്റെ കടയിൽ നിന്ന് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതെ, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ബർത്ത്ഡേ വീഡിയോൻ്റെ ഷോപ്പിംഗ് ഇത്രയേ ഉള്ളൂ. കുഞ്ഞാവ് ഉറങ്ങി, പാവ ഉണ്ണി ഉറങ്ങി വന്നപ്പോഴേക്കും. എല്ലാവർക്കും ബൈ.